ഫ്രണ്ട്സ്, ഈ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് ലാഗ് കോമ്പൻസേറ്റർ. ഒരു ലാഗ് നെറ്റ്വർക്കിൻ്റെ എല്ലാ ബിഹേവിയറും കാണിക്കുന്ന ഒരു കോമ്പൻസേറ്റർ എന്ന് പറയാം. നമുക്കവിടെ ലാഗ് കോമ്പൻസേറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ നമ്മളൊരു സൈനസോയ്ഡൽ ഇൻപുട്ട് നമ്മൾ കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൻ്റെ ഔട്ട്പുട്ടിൽ എന്തുണ്ടായിരിക്കും, നമുക്കൊരു ഫേസ് ഷിഫ്റ്റ് കിട്ടും, അതായത് വിത്ത് റെസ്പെക്ട് ടു ഇൻപുട്ട്. നമ്മൾ അതിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യണത് എങ്ങനെയായിരുന്നു, ഒരു ലോ പാസ് ഫിൽറ്ററാണ് നമ്മളവിടെ യൂസ് ചെയ്യുന്നത്. ലോ പാസ് ഫിൽറ്റർ എന്ന് പറയുമ്പോൾ ഒരു RC ഫിൽറ്ററാണ് നമ്മളവിടെ യൂസ് ചെയ്യുന്നത്. ഈ ലാഗ് കോമ്പൻസേറ്ററിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. എന്ന് പറയുമ്പോൾ അത് സ്റ്റഡി സ്റ്റേറ്റ് പെർഫോമൻസ് ഉണ്ടല്ലോ, അത് ഇമ്പ്രൂവ് ചെയ്യും. ആൻഡ് നമ്മുടെ ഈ ഗെയിൻ ക്രോസ് ഓവർ ഫ്രീക്വൻസിനെ നമുക്ക് ഷിഫ്റ്റ് ചെയ്യും. അതായത് നമുക്കൊരു അക്സെപ്റ്റബിൾ വാല്യൂ ഓഫ് ഫേസ് മാർജിൻ കിട്ടാവുന്ന രീതിയിൽ നമുക്ക് അവിടെ ഈ ഗെയിൻ ക്രോസ് ഓഫ് ഫ്രീക്വൻസിനെ അത് ഷിഫ്റ്റ് ചെയ്യും. അപ്പോൾ അവിടെ നമുക്ക് ബാൻഡ് വിഡ്ത്ത് പക്ഷേ കുറയും. അതാണ് അതിൻ്റെ ഒരു പ്രത്യേകത ലാഗ് കോമ്പൻസേറ്ററിൻ്റെ. ആൻഡ് അറ്റൻവേറ്റ്സ് ദ ഹൈ ഫ്രീക്വൻസി നോയ്സ് എന്ന് പറയുമ്പോൾ ലോ പാസ് ഫിൽറ്റർ ആണ്. അപ്പോൾ അവിടെ ഹൈ ഫ്രീക്വൻസി നോയ്സിനൊക്കെ അത് അറ്റുനേറ്റ് ചെയ്ത് കളയും. അടുത്തത് ലാഗ് കോമ്പൻസേറ്ററിന്റെ പോൾ സീറോ പ്ലോട്ട് എങ്ങനെയാണ് വരയ്ക്കാൻ നോക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ രണ്ട് ആക്സിസ് മാർക്ക് ചെയ്തു, റിയൽ ആക്സിസ് സിഗ്മ ആൻഡ് ഇമാജിനറി ആക്സിസ് ജെ ഒമേഗ. ഒരു ലാഗ് കോമ്പൻസേറ്ററിൽ അവിടെ 0 എന്ന് പറയുന്നത് പുറത്തായിരിക്കും വരാം, ആൻഡ് പോൾ എന്ന് പറയുന്നത് ഉള്ളിലായിരിക്കും വരാം. അപ്പോൾ 0ന്റെ ലൊക്കേഷൻ എന്ന് പറയുന്നത് -1/t ആൻഡ് പോളിന്റെ ലൊക്കേഷൻ എന്ന് പറയുന്നത് -1/βt ആണ് അവിടെ വരുന്നത്. അപ്പോൾ ഈ നമുക്ക് ട്രാൻസ്ഫർ ഫംഗ്ഷൻ എഴുതാം. അപ്പോൾ അത് നമ്മൾ കോമ്പൻസേറ്ററിൻ്റെ ആ ട്രാൻസ്ഫർ ഫംഗ്ഷൻ റെപ്രസെൻറ്റ് GC(s) എന്നാണ്. GC(s) is equal to S+ZC/S+PC എന്ന് നമുക്ക് അവിടെ കൊടുക്കാം. അപ്പോൾ ZC എന്ന് പറയുമ്പോൾ എന്തായിരുന്നു, ലൊക്കേഷൻ എവിടെയാണ്, 1/t-യിലും ആൻഡ് PC എന്ന് പറയുന്നത് 1/βt. അപ്പോൾ നമുക്ക് അവിടെ എങ്ങനെ എഴുതാം, S+1/t/S+1/βt. അപ്പോൾ നമ്മൾ ന്യൂമറേറ്റർ ഈക്വേറ്റ് ചെയ്ത് നമുക്ക് അവിടെ 0 കിട്ടും. S is equal to -1/t. അപ്പോൾ അതാണ് നമ്മളിവിടെ 0 മാർക്ക് ചെയ്തിട്ടുള്ളത്. ആൻഡ് ഡിനോമിനേറ്റർ നമ്മൾ 0 ആയിട്ട് ഇക്വേറ്റ് ചെയ്ത് നമുക്ക് അവിടെ പോൾ കിട്ടും. അപ്പോൾ പോളിൻ്റെ ലൊക്കേഷൻ അവിടെ -1/βt കിട്ടും. അപ്പോൾ അങ്ങനെയാണ് നമ്മളവിടെ എന്താണ് ഇവിടെ പോൾ മാർക്ക് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇത് നമുക്ക് പോൾ സീറോ പ്ലോട്ടിൽ നിന്നിട്ട് നമ്മളവിടെ ഈ ട്രാൻസ്ഫർ ഫംഗ്ഷൻ ഇങ്ങനെയാണ് വരിക, S+1/t/S+1/βt. ഇപ്പോൾ t എന്ന് പറയുന്നത് >0 ആയിരിക്കണം ആൻഡ് ബീറ്റ എന്ന് പറയുന്നത് >1 ആയിരിക്കണം. എന്നാൽ മാത്രമാണ് അവിടെ എന്താണ് ഈ പോൾ എന്ന് പറയുന്നത് ഉള്ളിൽ വരുള്ളൂ. അപ്പോൾ നമുക്ക് അവിടെ എന്ത് പറയാം, ZC എന്ന് പറയുന്നത് 1/t ആൻഡ് PC എന്ന് പറയുന്നത് 1/βt. അപ്പോൾ ഇതിൽ 1/t എന്ന് പറയുന്നത് എന്തായിരുന്നു, ZC ആണല്ലോ. അപ്പോൾ അതിന് നമുക്ക് ZC/β എന്നും നമുക്ക് അവിടെ കൊടുക്കാം. അടുത്തത് നമുക്ക് ലാഗ് കോമ്പൻസേറ്റർ എങ്ങനെ ഒരു ഇലക്ട്രിക്കൽ നെറ്റ്വർക്ക് യൂസ് ചെയ്തിട്ട് റിയലൈസ് ചെയ്യാൻ നോക്കാം. അപ്പോൾ അതിനുവേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന സർക്യൂട്ട് ഇതേ കണ്ടില്ലേ, ഒരു R1 ഒരു R2 അതുപോലെ ഒരു കപ്പാസിറ്റൻസ്, അത് മൂന്നും നമ്മളവിടെ സീരീസ് ആയിട്ട് കണക്ട് ചെയ്യാം. ആൻഡ് നമ്മൾ ഔട്ട്പുട്ട് എടുക്കുന്നത് ഏതിനെ ക്രോസാണ്, ഈ സീരീസ് കോമ്പിനേഷൻ ഓഫ് R2 ആൻഡ് ആ കപ്പാസിറ്റൻസ്, അതിനെ ക്രോസുള്ള വോൾട്ടേജ് ആണ് നമ്മളവിടെ ഔട്ട്പുട്ടായിട്ട് എടുക്കുന്നത്. ഇത് മൂന്നും സീരീസ് ആണ്. അപ്പോൾ നമുക്ക് ഇതിനെ ക്രോസുള്ള വോൾട്ടേജ് നമ്മൾ കണ്ടുപിടിക്കാനായിട്ട് അവിടെ വോൾട്ടേജ് ഡിവിഷൻ റൂളാണ് നമ്മളവിടെ അപ്ലൈ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അവിടെ വോൾട്ടേജ് ഡിവിഷൻ റൂൾ അനുസരിച്ചിട്ട് നമുക്കിപ്പോൾ 2 റെസിസ്റ്റൻസുകൾ സീരീസ് ആണെങ്കിൽ അവിടെ ഓരോന്നിനും അക്രോസുള്ള വോൾട്ടേജ് ഡ്രോപ്പ് നമുക്കവിടെ കണ്ടുപിടിക്കാൻ പറ്റും. V1 എന്ന് പറയുന്നത് നമ്മൾ ഇതിനെ ക്രോസാണ് വോൾട്ടേജ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ആ റെസിസ്റ്റൻസ് നമുക്ക് ന്യൂമറേറ്ററിൽ എഴുതാം ആൻഡ് ടോട്ടൽ റെസിസ്റ്റൻസ് ഡിനോമിനേറ്ററിൽ, അതായത് R1/R1 + R2 × V. ഈ ഇൻപുട്ട് വോൾട്ടേജിൻ്റെ ഈ ഒരു ഫ്രാക്ഷൻ ആയിരിക്കും V1 വരാം. സിമിലർലി V2 എന്ന് പറയുന്നത് R2/R1 + R2 × V. അപ്പോൾ ഇതേ റൂൾ വെച്ചിട്ടാണ് നമ്മളവിടെ ആ റിലേഷൻഷിപ്പ് എഴുതുന്നത്, ഇൻപുട്ട് ഔട്ട്പുട്ട് റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത്. ഇവിടെ E(s) എന്ന് പറയുന്നത് നമ്മൾ ഔട്ട്പുട്ട് എടുക്കുന്നത് ഈ R2 ആൻഡ് നമ്മൾ കപ്പാസിറ്റൻസ് നമ്മൾ ലാപ്ലേസ് ഡൊമൈനിൽ നമുക്ക് ആക്കുമ്പോൾ അവിടെ എങ്ങനെ എഴുതാം, 1/SC എന്ന് എഴുതാം അല്ലേ. അപ്പോൾ അവിടെ സീരീസ് ആണ് ഈ കപ്പാസിറ്റൻസ് ആൻഡ് ഈ റെസിസ്റ്റൻസ് എന്ന് പറയുന്നത്. അപ്പോൾ അതിൻ്റെ ടോട്ടൽ റെസിസ്റ്റൻസ് ആയിരിക്കണം ന്യൂമറേറ്ററിൽ വരുന്നത്. കാരണം ഈ RC നെക്രോസുള്ള ഔട്ട്പുട്ടാണ് നമ്മളിവിടെ എടുക്കുന്നത് അല്ലേ. അപ്പോൾ അവിടെ R2 + 1/SC നമ്മൾ ന്യൂമറേറ്ററിൽ എഴുതി. ആൻഡ് ടോട്ടൽ ഈ 3 എലമെൻറ്റ്സും സീരീസ് ആണ്. അപ്പോൾ അത് ടോട്ടൽ ചെയ്യുമ്പോൾ നമുക്ക് എന്ത് വരും, R1 + R2 + 1/SC ഡിനോമിനേറ്ററിലും എഴുതി. അതായത് വോൾട്ടേജ് ഡിവിഷൻ റൂൾ ഇൻറ്റു ഇൻപുട്ട് വോൾട്ടേജ് EI(s). അടുത്തത് ഈ ഒരു ടേം ഉണ്ടല്ലോ, ആ ടേമിൽ നമ്മളവിടെ LCM എടുക്കാനായിട്ട് പോവാണ്. അവിടെ R2 ആണല്ലോ, PSC വെച്ച് നമ്മളിവിടെ മൾട്ടിപ്ലൈ ചെയ്യാം. അവിടെ SCR2 + 1 ഇവിടെ ഹോൾ ഡിവൈഡ് ബൈ SCI. ഇനി നമ്മളിവിടെ ഇവിടെയും LCM എടുക്കാം. അപ്പോൾ R1 + R2 SC വെച്ചിട്ട് നമ്മളിവിടെ മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പോൾ അവിടെ SC × R1 + R2 + 1 / SC നമുക്ക് അവിടെ വരും ഇൻറ്റു EI(s) ഇൻപുട്ട് വോൾട്ടേജ്. അപ്പോൾ അതിനുശേഷം നമുക്ക് അവിടെ ഈ SC രണ്ടും ഡിനോമിനേറ്ററിലത്തെ ക്യാൻസൽ ചെയ്ത് പോയി. അപ്പോൾ അവിടെ ബാക്കി വരുന്ന ടേം എന്ത് വരും, SC × R2 + 1
ബൈ എസ് സി ഇൻറ്റു ആർ വൺ പ്ലസ് ആർ ടു പ്ലസ് 1 ഇൻറ്റു ഇ ഐ ഓഫ് എസ് നമുക്കവിടെ വരും. അപ്പോൾ നമുക്ക് ഇൻപുട്ടും ഔട്ട്പുട്ടും തമ്മിലുള്ള ആ ഒരു റിലേഷൻ നമുക്ക് അവിടെ കിട്ടി അല്ലേ. പിന്നെ നമുക്ക് ഇനി ട്രാൻസ്ഫർ ഫംഗ്ഷൻ എഴുതാം. അതായത് ഔട്ട്പുട്ട് ബൈ ഇൻപുട്ട് E0 ഓഫ് എസ് ഡിവൈഡഡ് ബൈ ഇ ഐ ഓഫ് എസ്. അപ്പോൾ അത് നമുക്ക് എന്താ വന്നിട്ടുള്ള എസ് സി ആർ ടു പ്ലസ് 1 ബൈ എസ് സി ആർ വൺ പ്ലസ് ആർ ടു പ്ലസ് 1 എന്നാണ് നമുക്കവിടെ വന്നിട്ടുള്ളത്. ഇനി നമ്മൾ എന്താ ചെയ്യുന്നത് വെച്ചാൽ ഇതിൽ നിന്നിട്ട് എസിൻ്റെ കോഎഫിഷ്യൻസ് നമ്മൾ ന്യൂമറേറ്ററിൽ നിന്നിട്ടും ഡിനോമിനേറ്ററിൽ നിന്നിട്ടും അവിടെ പുറത്തേക്ക് എടുക്കാം. അപ്പോൾ അവിടെ നമുക്ക് എന്ത് വരും, എസിൻ്റെ കോഎഫിഷ്യൻ ന്യൂമറേറ്ററിൽ CR2 ആണ് അല്ലേ. അപ്പോൾ അത് നമ്മൾ കോമൺ ആയിട്ട് പുറത്തേക്ക് എടുത്തു. അപ്പോൾ അവിടെ എന്ത് വരും, എസ് പ്ലസ് 1 ബൈ CR2 നമുക്ക് ഇവിടെ വരും. ആൻഡ് ഇവിടെ എസിൻ്റെ കോഎഫിഷ്യൻറ്റ് C ഇൻറ്റു R1 പ്ലസ് R2 ആണ്. അപ്പോൾ ആ ഒരു ടൈമിൽ നമ്മളവിടെ പുറത്തേക്ക് എടുക്കുമ്പോൾ അവിടെ C ഇൻറ്റു R1 പ്ലസ് R2 അത് കോമൺ ആയിട്ട് പുറത്തേക്ക് എടുത്തു. ബാക്കി എസ് പ്ലസ് 1 ബൈ C ഇൻറ്റു R1 പ്ലസ് R2 വെച്ചിട്ട് നമ്മളവിടെ ചെയ്യണം. അപ്പോൾ അവിടെ നമുക്ക് എന്ത് കിട്ടി, അവിടെ ട്രാൻസ്ഫർ ഫംഗ്ഷൻ കിട്ടി. അപ്പോൾ ഇതിൽ നമുക്ക് ആ C അവിടെ ക്യാൻസൽ ചെയ്ത് കളയാം. ഇനി അതിന് ശേഷം നമുക്ക് ഇവിടെ ഈ R2 നമുക്ക് അവിടെ ഡിനോമിനേറ്ററിലേക്ക് കൊണ്ടുവരണം. അപ്പം അതിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, ഒരു R2 വെച്ചിട്ട് നമ്മൾ ഈ ഒരു ടേമിൽ ഇൻറ്റും ചെയ്യുക, അതുപോലെ ഡിവൈഡും ചെയ്യാം. അപ്പോൾ അങ്ങനെ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് അവിടെ എന്ത് ചെയ്യാം, ഇവിടുത്തെ ഈ R2 ഈ R2 കൂടിയിട്ട് നമുക്ക് അവിടെ വെട്ടിക്കളയാം. വെട്ടിപ്പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് അവിടെ ഈ R2 എന്ന് പറയുന്നത് ഡിനോമിനേറ്ററിലേക്ക് വരും. എന്ന് പറയുമ്പോൾ അപ്പോൾ എന്തായി മാറും, എസ് പ്ലസ് 1 ബൈ CR2 ന്യൂമറേറ്ററിൽ വരും ഡിവൈഡഡ് ബൈ R1 പ്ലസ് R2 ബൈ R2 ഇൻറ്റു എസ് പ്ലസ് 1 ബൈ C ഇൻറ്റു R1 പ്ലസ് R2 നമുക്കവിടെ വരും. ഈ ഒരു ടേം ഉണ്ടല്ലോ R1 പ്ലസ് R2 ബൈ R2 അത് നമുക്ക് ഈ ഇവിടെയും വരണം, നമുക്ക് ഈ ഒരു ഡിനോമിനേറ്റർ ടേമിലും വരണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യാം, ഇവിടെ ഒരു R2 വെച്ചിട്ട് ന്യൂമറേറ്ററും ഡിനോമിനേറ്ററും നമ്മളിവിടെ മൾട്ടിപ്ലൈ ചെയ്യാം. മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ എങ്ങനെ എഴുതാം, എസ് പ്ലസ് 1 ബൈ CR2 ബൈ R1 പ്ലസ് R2 ബൈ R2 ഇൻറ്റു എസ് പ്ലസ് നമ്മൾ ഈ R2 ആൻഡ് C നമ്മളൊരു ടേമായിട്ട് അവിടെ ആദ്യം എഴുതി R2C ഇൻറ്റു R1 പ്ലസ് R2 ബൈ R2 നമ്മളവിടെ എഴുതി. അപ്പോൾ ഇത് നമുക്ക് എങ്ങനെയാണ് അവിടെ ആ കോമ്പൻസേറ്ററായിട്ട് നമുക്കവിടെ കമ്പയർ ചെയ്യാൻ നോക്കും. നമ്മൾ ട്രാൻസ്ഫർ ഫംഗ്ഷൻ നമ്മളവിടെ എഴുതി. ഇനി കോമ്പൻസേറ്ററിൻ്റെ ട്രാൻസ്ഫർ ഫംഗ്ഷൻ എങ്ങനെയായിരുന്നു, എസ് പ്ലസ് 1 ബൈ ടി ബൈ എസ് പ്ലസ് 1 ബൈ ബീറ്റ ടി ആയിരുന്നു അല്ലേ. അപ്പോൾ ഇത് നമ്മൾ ഈ രണ്ടും കൂടിയിട്ട് കമ്പയർ ചെയ്യാം. അപ്പോൾ നമ്മൾ ഡിറൈവ് ചെയ്ത ട്രാൻസ്ഫർ ഫംഗ്ഷനും കോമ്പൻസേറ്ററിൻ്റെ ട്രാൻസ്ഫർ ഫംഗ്ഷൻ നമ്മൾ കമ്പയർ ചെയ്യാം. അവിടെ ഈ 1 ബൈ ടിയുടെ സ്ഥാനത്താണ് ഇവിടെ 1 ബൈ CR2 വന്നിട്ടുള്ളത്. അപ്പോൾ അത് നമ്മൾ ഇക്വേറ്റ് ചെയ്യാം നമുക്ക് അവിടെ. അപ്പോൾ അവിടെ നമുക്ക് എന്ത് വരും, ടി ഈസ് ഈക്വൽ ടു R2C വരും. ആൻഡ് ഇവിടെ നമ്മൾ ഓൾറെഡി ടി എഴുതി കഴിഞ്ഞു. അപ്പോൾ ബാക്കി വരുന്ന ഈ ഒരു ടേം ഉണ്ടല്ലോ R1 പ്ലസ് R2 ബൈ R2 അത് നമുക്ക് അവിടെ ബീറ്റയും വരും നമുക്കവിടെ. അവിടെ നമുക്ക് എങ്ങനെ എഴുതും, ബീറ്റ ഈസ് ഈക്വൽ ടു R1 പ്ലസ് R2 ബൈ R2. അപ്പോൾ ഇത് നമ്മൾ എങ്ങനെ എഴുതാം, നമുക്ക് ഈ കോമ്പൻസേറ്ററിൻ്റെ ആ ട്രാൻസ്ഫർ ഫംഗ്ഷൻ നമുക്ക് അവിടെ എങ്ങനെ വരും, ലാക്ക് കോമ്പൻസേറ്ററിൻ്റെ E0 ഓഫ് എസ് ബൈ EI ഓഫ് എസ് ഈസ് ഈക്വൽ ടു നമുക്ക് ഇവിടെ ഈ R1 പ്ലസ് R2 ബൈ R2 എന്ന് പറഞ്ഞ ടേം ഇവിടെയും വരുന്നുണ്ട്. അപ്പോൾ അവിടെ 1 ബൈ ബീറ്റ ഇൻറ്റു ഇതിന് നമുക്ക് അവിടെ എസ് പ്ലസ് 1 ബൈ ടി ബൈ എസ് പ്ലസ് 1 ബൈ ബീറ്റ ടി എഴുതാം. ഇതാണ് അവിടെ ലാക്ക് കോമ്പൻസേറ്ററിൻ്റെ ട്രാൻസ്ഫർ ഫംഗ്ഷൻ വരുന്നത്.